കാണിതാ കബറിൽ ഇങ്ങനെ മറമാടിട്ട് കിടന്നിട്ടില്ലേ? ഓരോരുത്തരും നിന്റെ വിളിച്ചിട്ട് ചൊല്ലാറ്, നിന്റെ ബാപ്പായിട്ടിക്കോ, നിന്റെ ഉമ്മായിട്ടിക്കോ, നിന്റെ യലോന, നിന്റെ മൂത്തന, ഈ കിടക്കിട ഓരോ കബറാലുണ്ടല്ലേ, എല്ലാ നാളും നിന്റെ വിളിച്ച് ചൊല്ലാ. ഓരോ നാളെ നിന്റെ ഉത്തരോടെ വന്നിട്ട്, നിന്റെ ധാരന്തത്തെ ഉത്തരയുടെ ധാരന്തത്തോടെ വന്നിട്ട്, മോനെ ഇതല്ലപ്പാ നന്റെ പേൽ എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുമോനെ, അൽഹംദുലില്ലാ നിസ്കാരമുണ്ട്, നിനക്ക് നിസ്കരിക്കുന്ന സമയമുണ്ട്, നല്ലതെല്ലാം അസ്തമിച്ചു പോയിട്ട്, നിനക്ക് നോമ്പ് നോക്കുള്ള സമയമുണ്ട്, നല്ലതെല്ലാം അസ്തമിച്ചു പോയിട്ട്, നന്റെ ഏടുകളെല്ലാം മടക്കി പോയാറ്, നന്റെ കയ്യിൽ എന്തും ഇല്ല, ഇനി നക്ക് നിസ്കാരം ഇല്ല, ഇനി നക്ക് നോമ്പില്ല, ഇനി സക്കാത്തില്ല, ഇനി സ്വതക്ക ഇല്ല, എന്തും നണ്ടലില്ല. മോനെ എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുമോന്, നന്റെ പേര് സ്വതക്ക കൊടു, നന്റെ പേര് ഫാത്തിഹ ഊതുപാട്ട്. ഓരോ ഉമ്മമാരും ഓരോ ബാപ്പമാര് ഓരോ മാപ്പിളമാര് പെഞ്ഞായിമാര് മക്ക ഇതാ നിങ്ങളുടെ എല്ലാ നാളും വിളിച്ചു ചൊല്ലുമ്പോ, അതുകൊണ്ട് ഉമ്മ എന്തെങ്കിലും ഒരു സ്വതക്ക കൊടു. ആ കബറാലിയുടെ ശാന്തിക്ക് വേനായിട്ട്, ആ കബറാലിയുടെ സമാധാനത്തെ വേനായിട്ട് എന്തെങ്കിലും ഒരു സ്വതക്ക കൊടു. പാലക്കാറ ഈ വാത് തീരുമുന്നല്ലോ മനസ്സുകൊണ്ട് നീയത്താക്കിട്ട് പോയല്ല, ഈ പള്ളിക്ക് വേനായിട്ട്, അല്ലെങ്കിൽ പള്ളിയുടെ കുറുസുക്ക് വേനായിട്ട്, അല്ലെങ്കിൽ പള്ളിയുടെ വേറെന്തോ കാര്യക്രമത്തുകളോ, നന്റെ ഉമ്മയുടെ പേരിലോ, നന്റെ ബാപ്പയുടെ പേരിലോ റബ്ബേ ഞാനിങ്ങനെ നീയത്താക്കിയാ ചെന്നിട്ടു ഈ സദസ്സിൽ വെച്ചിട്ട് ഓരോരുത്തരും നീയത്താക്കൊരു കാരണം കാത്തോണ്ടുള്ളാറ്. അതുകൊണ്ട് ഉമ്മ എന്തെങ്കിലും ഒരു സ്വതക്ക നീന് കൊടുക്കണോ. മരണമെന്നുള്ളത് എല്ലാ ആളുമാർക്കും നിശ്ചയമായിട്ടുള്ളത്, അതിന് സമയമില്ല. അത് ഓരോ കാരണങ്ങൾ ചൊല്ലുവാറ്, ചില കാരണങ്ങൾ മാത്രമേ സാന്ദർഭികമായിട്ടൊരു കാര്യം സൂചിപ്പിക്കട്ടെ.